Welcome to all. So, EST 130 Basic Electrical Engineering in the second module, third video lecture we start. So, in the last classes, we were discussing about electromagnetic induction, its various laws, Lenz's law, and also the classification of induced EMF, statically induced EMF, dynamically induced EMF. And we also discussed about the self-inductance, mutual inductance, coefficient of coupling, some numerical problems. After this, now we are coming to some other areas related to the magnetism. In this session, we are mainly focusing on various terms related to magnetic circuit and their comparison with electric circuit, etc. So first, in magnetic circuit, we are going to discuss about a few important headings. The first one is magnetic field strength. ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന ടോപ്പിക് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫീൽഡിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സിനെയാണ് ബേസിക്കലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയാം. ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ഡെഫിനേഷൻസ് എല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം പറയുക, ഒരു യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അതിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മളുടെ പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ആ രൂപത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള എല്ലാ ഫോഴ്സിനെയും, അത് ഇലക്ട്രിക്കലിലാണെങ്കിലും നിങ്ങൾ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫീൽഡ് സ്ട്രെങ്ത് ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതേ രൂപത്തിൽ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു യൂണിറ്റ് നോർത്ത് പോളിനെ വെക്കുകയാണെങ്കിൽ ആ നോർത്ത് പോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുക. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു വലിയ സ്ട്രെങ്ത് ഉള്ള ഫീൽഡിൻ്റെ അകത്താണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു നോർത്ത് പോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. നിങ്ങൾ ആ നോർത്ത് പോളിനെ കൊണ്ട് വെച്ചിട്ടുള്ളത് വളരെ വീക്കായിട്ടുള്ളൊരു ഫീൽഡിൻ്റെ അകത്താണെങ്കിൽ ആ നോർത്ത് പോളിൻ്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. സോ ഫ്രം ഡെഫിനിഷൻ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എനി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ നോർത്ത് പോൾ ഓഫ് 1 വെബർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യൂണിറ്റ് പോൾ എന്ന് പറയുന്നത്. എ നോർത്ത് പോൾ ഓഫ് 1 വെബർ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു പെർ വെബറാണ് നമ്മളത് ഒരു യൂണിറ്റ് നോർത്ത് പോളിനെയാണ് വെക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഫോഴ്സ് പെർ 1 യൂണിറ്റ് നോർത്ത് പോൾ, 1 യൂണിറ്റ് വെബർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് N/വെബർ, ന്യൂട്ടൺ പെർ വെബർ. ഫോഴ്സ് പെർ എക്സ്പീരിയൻസ്ഡ് ഓൺ 1 വെബർ ചാർജ്, 1 വെബർ നോർത്ത് പോൾ, 1 വെബർ ഫ്ലക്സ് ഉള്ള ഒരു നോർത്ത് പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ആയതുകൊണ്ടാണ് യൂണിറ്റ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫീൽഡിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോർത്ത് പോളിനെ കൊണ്ടുവെക്കുക. ആ നോർത്ത് പോൾ ഒരു യൂണിറ്റ് നോർത്ത് പോൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1 വെബർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ഫ്ലക്സ് ഉള്ള അങ്ങനെയുള്ള ഒരു ഫീൽഡിൻ്റെ അകത്ത് വെച്ച നോർത്ത് പോളിന്, യൂണിറ്റ് നോർത്ത് പോളിൻ്റെ മേൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. യൂണിറ്റ് ഞാൻ പറഞ്ഞു ന്യൂട്ടൺ പെർ വെബർ. ഫോഴ്സ് ആയതുകൊണ്ടാണ് ന്യൂട്ടൺ വരുന്നത്. അത് നമ്മൾ 1 വെബർ ചാർജാണ് വെക്കുന്നത്. അപ്പം വെബർ ഓരോ ചാർജിൻ്റെ പെർ 1 യൂണിറ്റ് പോൾ ആണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർ വെബർ വരുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ടോപ്പിക് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫ്ലക്സ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ. എല്ലാ ഡെൻസിറ്റിയും നമുക്കറിയാം, ഒരു ക്വാണ്ടിറ്റി ബൈ അതിൻ്റെ ഏരിയ ഡെൻസിറ്റി. ഇപ്പം നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു യൂണിറ്റ് ഏരിയയിൽ മീറ്റർ ആവാം അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ ആവാം,
അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയൻ്റെ അകത്ത് താമസിക്കുന്ന ആളുകളുടെ ഡെൻസിറ്റി. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഏരിയനെ കൊണ്ട് ആ ഒരു പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലക്സ് ഡെൻസിറ്റി എന്താ, ആകെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലക്സിനെ നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും, ഒരു യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ 1 m², അല്ലെങ്കിൽ അത് നോർമലി മീറ്റർ സ്ക്വയറിലാണല്ലോ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. 1 m² എന്ത് കിട്ടും, ഫ്ലക്സിനെ കിട്ടും. അതിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. അതിൻ്റെ കൂടെ ഒരു ഭാഗവും കൂടെ ഉണ്ട് ഡെഫിനിഷന്, ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫ്ലക്സ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്ലക്സ്. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഡെൻസിറ്റി അളക്കുന്ന പോലെ ഫ്ലക്സ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ അകത്തുകൂടെ, ഇപ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ മുകളിൽ നോർത്ത് പോളും താഴെ സൗത്ത് പോളും ആണ്, അതിൻ്റെ ഇടയിൽ ഫ്ലക്സ് ഡെൻസിറ്റി എപ്പോഴും ഫ്ലക്സ് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി കാണാനുള്ള ഒരു പർട്ടിക്കുലർ പ്ലെയിൻ എടുക്കണം. ആ പ്ലെയിൻ്റെ ഏരിയ വെച്ചാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഒരു പർട്ടിക്കുലർ ഈ ഒരു പ്ലെയിനാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻ എങ്ങനെ വെക്കണം, ഫ്ലക്സ് ഫോർ എക്സാമ്പിൾ ഇതൊരു നോർത്ത് പോൾ, ഇതൊരു സൗത്ത് പോൾ ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഇടയിൽ ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പ്ലെയിനെ എങ്ങനെ വെക്കേണ്ടി വരും, ഇങ്ങനെ വെക്കണം. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പ്ലെയിനെ പ്ലേസ് ചെയ്യണം. സോ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസ് കംപ്ലീറ്റ് ആ പ്ലെയിൻ്റെ മുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്ലെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ ഏരിയ എസ്റ്റിമേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫ്ലക്സ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്ലക്സ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, എല്ലാ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ ഏരിയ ആണ് വരിക, ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ. വാട്ട് വിൽ ബി ദ യൂണിറ്റ്, ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ, വെബർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. 1 വെബർ ബൈ 1 മീറ്റർ സ്ക്വയറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്ല എന്ന് പറയുന്നത്. രണ്ടും സെയിം തന്നെയാണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അത് മാത്രം ആലോചിക്കുക, ഫ്ലക്സ് ബൈ ഏരിയ. സോ ഫ്ലക്സ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ആ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഏരിയ എവിടെയാണെന്ന് കൂടെ സ്പെസിഫൈ ചെയ്യണം. അത് ഫ്ലക്സ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് MMF. MMFനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ വി ഹാവ് ടു നോ അബൌട്ട് EMF. ഐ ഹോപ്പ് യു ഓൾ മേ നോ അബൌട്ട് EMF. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. നമ്മൾ ഫാരഡേസ് ലോ പറഞ്ഞതാണ്. ഒരു കോയിലിൻ്റെ അകത്ത് എന്തായിരുന്നു ഫാരഡേസ് ലോ, ഒന്ന് റീക്യാപ്പ്, ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നോക്കൂ. ഒരു കോയിലിൻ്റെ അകത്തുള്ള ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യിക്കാം അല്ലേ, ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, EMF ഉണ്ടാവും. അങ്ങനെ EMF ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ വാല്യൂ, ആ ഫോഴ്സ്, അതിനാണ് നമ്മൾ ബേസിക്കലി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ജനറേറ്റർ ആണെങ്കിൽ അതൊരു വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ നമ്മൾ വോൾട്ടേജ് എന്നല്ല പറയുക, നമ്മളെപ്പോഴും EMF എന്നാണ് പറയുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്ന വോൾട്ടേജ്, നിങ്ങൾ പ്ലഗിൽ നിങ്ങളുടെ വീട്ടിലെ സോക്കറ്റിൽ ഒരു പ്ലഗ് കണക്ട് ചെയ്യുന്നു, TV വർക്ക് ചെയ്യിക്കുന്നു, അവിടെ നിങ്ങൾ EMF എന്നല്ല പറയാം, അവിടെ നമ്മൾ വോൾട്ടേജ് എന്നാണ് പറയാം. അതിൻ്റെ വേറൊരു ഫോമാണ് EMF. പക്ഷേ EMF എവിടെയാണ് പറയാം, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഈ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, ഇടുക്കിയോ ഏതെങ്കിലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ, അവിടെ ഉണ്ടാക്കിയ വോൾട്ടേജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വോൾട്ടേജ് എന്നല്ല പറയാം. വി വിൽ നോർമലി സ്പെസിഫൈങ് ഇറ്റ് ആസ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. സോ എന്തുകൊണ്ടാണ് ഇതിനൊരു ഫോഴ്സ് എന്ന് പറയാൻ കാരണം, ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ EMF 250 വോൾട്ടാണ് എന്ന് പറഞ്ഞാൽ 250 വോൾട്ടുള്ള ഫേസിൽ നിന്ന് 0 വോൾട്ടുള്ള ന്യൂട്രലിലേക്ക് ഈ കറണ്ട് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജനറേറ്റർ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾ ഇടുക്കിയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ജനറേറ്റർ എന്താ ചെയ്യുന്നത്, അത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ.
അത് ഫുൾ ടൈം വർക്ക് ചെയ്ത് ഈ ജനറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന 250 വോൾട്ടിൽ നിങ്ങൾക്ക് ഒരു ഫേസിനെ, അല്ലെങ്കിൽ 230 വോൾട്ടിൽ ഒരു ഫേസിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. എപ്പോൾ ഇതിക്കുള്ള ജനറേറ്റർ പോയോ അപ്പം ഫേസിലെ വോൾട്ടേജ് 0 ആയി പോകും. അപ്പോൾ ഫേസും ന്യൂട്രലും 0 ആയി, പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യോ ഇല്ല. അപ്പോൾ ഫേസിനെ എങ്ങനെ പൊക്കി കുറച്ച് ഹൈ ലെവലിൽ കൊണ്ടുവെക്കുകയാണ് ആരെ പണി? ജനറേറ്റിംഗ് സ്റ്റേഷനിൽ EMF ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ പണി. ഇപ്പോൾ ഇവിടെ 250 എന്ന് പറയുന്ന EMF ഉണ്ടായി കഴിഞ്ഞാൽ 250 ന്യൂട്രൽ 0ലേക്ക് ഒരു വയർ വെച്ച് കൊടുത്താൽ, ഒരു വയർ കണക്ട് ചെയ്ത് കൊടുത്താൽ ആ വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം EMF അല്ലെങ്കിൽ വോൾട്ടേജ്, അതും ആ ഒരു ഫോഴ്സ് കാരണം എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ EMFും കറണ്ടുമാണ് ഇലക്ട്രിക് ടേംസിലെ, അല്ലെങ്കിൽ EMF സിംപ്ലി പറയുന്ന വോൾട്ടേജ് കറണ്ട്, ഇവ രണ്ടുമാണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ. എങ്കിൽ മാഗ്നറ്റിക് സിസ്റ്റത്തിൽ അവർക്ക് പകരം വരുന്ന രണ്ടാളുകളാണ് MMFും ഫ്ലക്സും. MMF EMF ആയിട്ട് വളരെ സാമ്യമുണ്ട്. MMF എന്താ? MMF മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. EMF എന്താ ചെയ്തത്? ഇറ്റ് വിൽ ഡ്രൈവ് ദ കറണ്ട് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ MMF എന്താണ് ചെയ്യുക? ഇറ്റ് വിൽ ഡ്രൈവ് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അകത്തൂടെ ഫ്ലക്സ് പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു MMF ഉണ്ടാവണം. MMF ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റഡ് ആവും. ഫ്രം നോർത്ത് ടു സൗത്ത് ഫ്ലക്സ് ലൈൻസ് വിൽ ക്രിയേറ്റ് ലൂപ്സ്. ഒരു ലൂപ്പായിട്ട് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിൽ ഓർമ്മിച്ചതിന് ശേഷം MMFന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡ്രൈവ്സ് ഓർ tends to drive flux through a magnetic circuit. It corresponds to EMF in an electric circuit. വളരെ ക്ലിയർ ആണല്ലോ. ഫ്ലക്സിനെ ഒരു മെറ്റീരിയലിൻ്റെ അകത്തൂടെ ഓടിക്കണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? MMF എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, EMF ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. എന്താ നമ്മൾ ചെയ്തത്? ഒരു ജനറേറ്റർ ആണെങ്കിൽ അതിലെ നോർത്ത് സൗത്ത് പോളിൻ്റെ ഇടയിൽ ഒരു കോയിൽ വെച്ച് ഇങ്ങനെ തിരിക്കും. അപ്പോൾ ആ കോയിൽ എന്ത് സംഭവിക്കും? ആ കോയിലിൻ്റെ അകത്തുള്ള ഫ്ലക്സ് ലിങ്കേജിൻ്റെ വാല്യൂ ചേഞ്ച് ആവും, EMF ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് വോൾട്ടേജ് കിട്ടും. പക്ഷെ MMF എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ ഒരു അയൺ കോറാന്ന് വിചാരിക്കാം. ഇതൊരു അയൺ കോറാന്ന് വിചാരിക്കാം. ഇതിൻ്റെ ചുറ്റും നിങ്ങൾ ഒരു വയറെടുത്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നു. അതുപോലെ ഈ വയറിൻ്റെ രണ്ട് ടെർമിനൽ നിങ്ങൾ ഒരു ബാറ്ററിയോ സപ്ലൈയോ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള അയൺ കോർ എന്തായിട്ട് ആക്ട് ചെയ്യും? അതിൻ്റെ അകത്തൂടെ ഒരു ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും. അപ്പോൾ ഈ വൈൻഡിങ് പ്രൊസീജിയർ ഇത്രയും നമ്പർ ഓഫ് ടേൺസ്, ഇവിടെ ഞാൻ 4 നമ്പർ ഓഫ് ടേൺസ് ആണ് വെച്ചത്. ഈ ഫിഗർ, ഈ നമ്മുടെ എക്സാമ്പിൾ 4 കോയിൽ ഉണ്ട്, കാണുന്നില്ലേ? 4 കോയിൽ. ഓക്കെ, 4 ടേൺസ് ഉള്ള സിംഗിൾ കോയിൽ, സോറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് N എത്രയാണ്? 4 ഈ എക്സാമ്പിളിൽ. ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്ത്, ഇവിടെ ഞാൻ ബാറ്ററി വെച്ചിട്ടില്ല, ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1 ആംപിയർ അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന MMFന്റെ വാല്യൂ 4 × 1 4 ആയിരിക്കും. നിങ്ങൾ 2 ആംപിയർ പാസ് ചെയ്യുകയാണെങ്കിൽ MMFന്റെ വാല്യൂ 4 × 2 8 ആയിരിക്കും. 3 ആംപിയർ പാസ് ചെയ്യുകയാണെങ്കിൽ 4 × 3 12. ഇതാണ് MMF. അപ്പോൾ ആരാണ് MMFന് ഉണ്ടാക്കിയത്? MMFന് എവിടെ MMF വേണമെങ്കിലും, ഏത് മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കണമെങ്കിലും അതിന് ചുറ്റും വൈൻഡ് ചെയ്ത് നിങ്ങൾ അതിൽ എന്ത് കൊടുക്കണം? സപ്ലൈ കൊടുക്കണം. അതിൽ 2 ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. ഇതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് 2 വിൽ ഗീവ്സ് ദ വാല്യൂ ഓഫ് MMF. നെക്സ്റ്റ് ബ്ലൂ ഇങ്കിൽ നമ്മൾ എഴുതിയ സെൻറ്റൻസ് ഒന്ന് നോക്കാം. Consider a coil with N turns and carrying a current I amperes. Then MMF produced is N × I.
എന്തായിരിക്കും എൻ്റെ യൂണിറ്റ്? ഐ കറണ്ട് യൂണിറ്റ് എന്താണ്? ആംബിയർ. ആൻഡ് എൻ ഇറ്റ് ഈസ് ടേൺസ് അല്ലേ? സോ ടി, ടേൺസിനെ ടി എന്ന് സ്പെസിഫൈ ചെയ്തു. സോ യൂണിറ്റ് ഓഫ് എം എം എഫ് ഈസ് ആംബിയർ ടേൺസ്. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? എം എം എഫ് എന്ന് പറഞ്ഞാൽ ഇ എം എഫിന് അനലോഗസ് ആയിട്ടുള്ള സാധനമാണ്. For creating that, we have to make a coil wounded over a iron core. And product of the current value and the number of coil will give value of MMF. And unit of MMF is ampere turns. Okay. Next slide. Reluctance. I hope everybody know about this. Before that, I have to ask one question. What is resistance? Resistance of a material എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നമ്മൾ ആദ്യം ഇലക്ട്രിക്കൽ എന്താണ് എന്ന് പറഞ്ഞ ശേഷമാണ് മാഗ്നറ്റിക് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് റെസിസ്റ്റൻസ്? എല്ലാവർക്കും എപ്പോഴും കണ്ണടച്ച് പറയാൻ പറ്റുന്ന ഡെഫിനേഷൻ ആയിരിക്കും. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്, ഓർ simply opposition offered by material against flow of current is known as resistance. ഇത് ഇലക്ട്രിക് സിസ്റ്റത്തിൽ മാത്രമല്ല, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മെറ്റീരിയൽ അതിൻ്റെ ചില പ്രോപ്പർട്ടി കാരണം ഒപ്പോസ് ചെയ്യും. ഇലക്ട്രിക് സിസ്റ്റത്തിൽ മാത്രമല്ല ഈ കാര്യമുള്ളത്. മാഗ്നറ്റിക് സിസ്റ്റത്തിൽ ഇ എം എഫ് ഉണ്ടായി കഴിഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം കോയിലൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കോയിൽ കാണിക്കുന്നില്ല. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോളാന്ന് വിചാരിച്ചു. നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യും. ഇങ്ങനെ സർക്കുലർ പാത്തിൽ ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യും. സൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്ലക്സ് ലൈൻസ് തിരിച്ച് മെറ്റീരിയലിൻ്റെ അകത്തൂടെ ഇവിടേക്ക് തന്നെ വരും, നോർത്തിലേക്ക് വരും. അഗെയിൻ നോർത്ത് ടു സൗത്ത്. ഇങ്ങനെയാണ് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുക. ഈ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ലൈനിന് ഈ മെറ്റീരിയലിൻ്റെ അകത്ത് കൂടെ പോകുന്ന സമയത്തും മെറ്റീരിയൽ ഒരു ഒപ്പോസിഷൻ കൊടുക്കും. മെറ്റീരിയലിൻ്റെ പുറത്ത് എയറിലൂടെ പാസ് ചെയ്യുമ്പോൾ എയർ ഒരു ഒപ്പോസിഷൻ കൊടുക്കും. ഇങ്ങനെ ഓരോ മെറ്റീരിയലിനും, അയണിനുണ്ട്, സ്റ്റീലിനുണ്ട്, എയറിനുണ്ട്, ഫോർ ഈച്ച് മെറ്റീരിയൽ ബൈ ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി ഇറ്റ് ക്യാൻ ഒപ്പോസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലക്സ് ഇൻ ഇറ്റ്. കറണ്ട് ആകുമ്പോൾ നമ്മൾ സിംപ്ലി പാസിംഗ് എന്നാണ് പറയുക. ഫ്ലക്സ് ആണെങ്കിൽ പാസിംഗ് എന്ന് പറയാം, പക്ഷെ എൻ്റെ കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഴയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡൈപോൾസ് അലൈൻ ചെയ്ത് വരണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട തൽക്കാലം. സോ നമ്മൾ പറഞ്ഞു വന്നത്, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ് റിലക്റ്റൻസ്. ഇറ്റ് ഈസ് അനലോഗസ് ടു റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ ഇലക്ട്രിക്കൽ ഇക്വേഷൻ എന്തായിരുന്നു? പെട്ടെന്ന് ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും അറിയാം. ഓംസ് ലോ അല്ലേ? ഓംസ് ലോ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു ഐ ആർ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ, വോൾട്ടേജ് ബൈ കറണ്ട്. ഒരു ജനറേറ്ററിന്റെ ടേം പറയുകയാണെങ്കിൽ വോൾട്ടേജ് മാറ്റി നമ്മൾ എന്ത് പറയും? ഇ എം എഫ് ബൈ കറണ്ട്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ബൈ കറണ്ട്. അങ്ങനെയാണെങ്കിൽ റിലക്റ്റൻസ് എന്തായിരിക്കും? ഇ എം എഫിന് അനലോഗസ് ആണ് ആര്? MMF. And current analogous ആണ് ആര്? ഫ്ലക്സ്. സോ റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു MMF ബൈ ഫ്ലക്സ്. എന്താണ് MMFന്റെ യൂണിറ്റ്? തൊട്ട് മുമ്പത്തെ സെഷനിൽ പറഞ്ഞത്. യൂണിറ്റ് ഓഫ് MMF ഈസ് ആംബിയർ ടേൺസ്. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ്? യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഈസ് വെബർ. സോ അതാണല്ലോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്? ദാറ്റ് ഈസ് ആംബിയർ ടേൺ ബൈ വെബർ. അതുപോലെ റെസിസ്റ്റൻസിന് ദർ ഈസ് വൺ മോർ ഇക്വേഷൻ, എ മോർ സിഗ്നിഫിക്കൻറ്റ് ഇക്വേഷൻ. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഐ ഹോപ്പ് എവരിബഡി നോസ് ഇറ്റ്. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. വാട്ട് ഈസ് എൽ? ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. വാട്ട് ഈസ് എ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ. സോ വാട്ട് ഈസ് റോ? റോ ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമ്മളവിടെ ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുണ്ട്. റോ ഈസ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒരു മെറ്റീരിയലിൻ്റെ L1 എ ക്രോസ് L1 മീറ്ററും എ
1 മീറ്റർ സ്ക്വയറും രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റ് ആക്കുക, യൂണിറ്റ് 1 ആക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് എന്ത് പറയാം, റോ എന്ന് പറയാം. നോക്കി നോക്ക്, R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1/1 എന്തെന്ന് കിട്ടും, റോ കിട്ടും. അതാണ് സ്പെസിഫിക്, ഒരു സ്പെസിഫിക് ആക്കി മാറ്റിയ മെറ്റീരിയലിനെ. അപ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. ഈ സെയിം കാര്യങ്ങൾ നമ്മൾ റിലക്റ്റൻസിലേക്ക് കൊണ്ടുവരാം. എന്താ റിലക്റ്റൻസിന്റെ ഇക്വേഷൻ? റെസിസ്റ്റൻസ് റോ L/A. ഇവിടെയും L/A അങ്ങനെ തന്നെ ഉണ്ട്. ആ എല്ലും എയും ആറ് എല്ലും എയും ആണെന്ന് ആലോചിക്കുക. മെറ്റീരിയൽ നിങ്ങൾ ആ സോളിനോയിഡ് അല്ലെങ്കിൽ കോറിന്റെ ലെങ്ത്തും ക്രോസ് സെക്ഷനിലെ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്, L/A. ആൻഡ് സിഗ്മ, അവിടെ റോക്ക് പകരം ഞാൻ ഇവിടെ ഒരു സിഗ്മ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിഗ്മയുടെ നെയിമാണ്. അവിടെ റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ, ഇവിടെ റെസിസ്റ്റൻസിന് റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ വി ക്യാൻ കോൾ ദ സ്പെസിഫിക് റിലക്റ്റൻസ് ആസ് റിലക്റ്റിവിറ്റി. റോ ഈസ് റിലക്റ്റിവിറ്റി. പക്ഷേ ഇക്വേഷനിൽ ഐ എം നോട്ട് യൂസിങ് റോ, ഐ എം യൂസിങ് ഇൻവേഴ്സ് ഓഫ് റോ. 1/μ ആണ് ഞാൻ ഇക്വേഷനിൽ യൂസ് ചെയ്തത്. അതെന്താണെന്ന കാരണം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. റോ അല്ലെങ്കിൽ റിലക്റ്റിവിറ്റി എന്ന ടേം ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് തീരെ ആവശ്യം വരില്ല. പക്ഷെ അതിൻ്റെ ഇൻവേഴ്സ് മ്യൂ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ സിഗ്മ എന്ന് എഴുതാതെ അതിന് പകരം 1/μ എന്നാണ് ആര് എഴുതുന്നത്, റിലക്റ്റിവിറ്റി എഴുതുന്നത്. അപ്പോൾ എന്താണ് റിലക്റ്റിവിറ്റി? എന്താണ് റിലക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സ്പെസിഫിക് റിലക്റ്റൻസ്. സ്പെസിഫിക് റിലക്റ്റൻസിനാണ് റിലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അനലോഗസ് ടു റെസിസ്റ്റിവിറ്റി ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മാറിപ്പോയത് മ്യൂ അല്ല ഒരിക്കലും റിലക്റ്റിവിറ്റി. പക്ഷെ റിലക്റ്റിവിറ്റിയെ നിങ്ങൾ എഴുതുന്നത് എപ്പോഴും 1/μ എന്നാണ്. 1/μ ആണ് റിലക്റ്റിവിറ്റി, മ്യൂ റിലക്റ്റിവിറ്റി അല്ല. മ്യൂ എന്താണ്? റിലക്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് പെർമിയബിലിറ്റി. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ആലോചിക്കണം. റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ. റെസിസ്റ്റൻസിന് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1 റെസിസ്റ്റൻസ് ചെയ്താൽ കിട്ടുന്ന ഒരു ടേം ഉണ്ട്. അതിന്റെ പേരാണ് കണ്ടക്റ്റൻസ്. എന്താ കണ്ടക്റ്റൻസ്? ഇഫ് റെസിസ്റ്റൻസ് ഈസ് ഒപ്പോസിഷൻ, അതിന്റെ ഇൻവേഴ്സ് കണ്ടക്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഒപ്പോസിഷൻ ആണെങ്കിൽ കണ്ടക്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അത് എത്രമാത്രം ഈസി ആയിട്ടൊരു കറണ്ടിനെ പാസ് ചെയ്യിക്കും, ആ നേച്ചറിന്, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുക. കണ്ടക്ട് ചെയ്യിക്കുക. റെസിസ്റ്റൻസ് ഒപ്പോസിഷൻ, കണ്ടക്റ്റൻസ് കണ്ടക്ട് ചെയ്യിക്കുക. ഈസി ആയിട്ട് കറണ്ടിനെ ഒരു മെറ്റീരിയൽ പാസ് ചെയ്യിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുക. 1/R ആണ് കണ്ടക്റ്റൻസ്. അപ്പം നമ്മൾ റോ പറഞ്ഞല്ലോ, എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി. 1/ρ ആണ് കണ്ടക്ടിവിറ്റി. ഇതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 1/റിലക്റ്റൻസിനെ നമ്മൾ പെർമിയൻസ് എന്ന് പറയും. 1/റിലക്റ്റിവിറ്റിയെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയും. മ്യൂ എന്നാണ് നൊട്ടേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മ്യൂ ആണ് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം. അതുകൊണ്ട് റിലക്റ്റൻസ് നിങ്ങൾ എന്താ എഴുതിയത്? റിലക്റ്റൻസിന് സിഗ്മ എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ 1/μ എന്ന് എഴുതി. സോ മ്യൂ എന്താണ്? 1/റിലക്റ്റിവിറ്റി. ആൻഡ് ഇറ്റ് ഈസ് അനലോഗസ് ടു ഏത് ടൈമാണ് ഇലക്ട്രിക്കലില്? കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ പാസ് ചെയ്യിക്കാൻ ഒരു മെറ്റീരിയലിന് ഉള്ള താല്പര്യമാണെങ്കിൽ, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ പാസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ആണെങ്കിൽ, പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിനെ പാസ് ചെയ്യിക്കാനുള്ള എബിലിറ്റിയാണ്. അതിന്റെ സ്പെസിഫിക് ടേമിനാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് പെർമിയൻസിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. 1/റിലക്റ്റിവിറ്റി ആണ് പെർമിയബിലിറ്റി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ശരിക്ക് ഉറപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക്കൽ എന്ത്, മാഗ്നറ്റിക്കൽ എന്ത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ മ്യൂ എന്ന ടേം നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പെർമിയബിലിറ്റി. നമ്മൾ മുമ്പേയും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം ചെറിയ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഒരു മെറ്റീരിയലിൻ്റെ മ്യൂ സ്പെസിഫൈ ചെയ്യുക അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയിലാണ്. അബ്സല്യൂട്ട് പെർമിയബിലിറ്റി പറയുക എപ്പോഴും വിത്ത് റെഫറൻസ് ടു സം അതർ പെർമിയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണെന്ന് പറയണം. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അയൺ ഉണ്ട്. അയണിൻ്റെ പെർമിയബിലിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല.
പകരം എയറിൻ്റെ പെർമിയബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കാം. എയർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസിനൊക്കെ ഒരു ഒറ്റ പെർമിയബിലിറ്റി ഉള്ളത്. അതിൻ്റെ പെർമിയബിലിറ്റി നമ്മൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് റെഫറൻസ് ആക്കിയിട്ടാണ് നിങ്ങൾ ബാക്കി എല്ലാ മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയും പറയാം. സോ മെഷറിങ് റിലേറ്റീവ് പെർമിയബിലിറ്റി നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുന്ന ആരെയാണ്? വാക്വത്തിനെയോ ഫ്രീ സ്പേസിനെയോ ആണ്. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് വാക്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എല്ലാവർക്കും അറിയുന്ന ഒരു വാല്യൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അതിൻ്റെ വാല്യൂ ആണ് μ0 ഈസ് ഈക്വൽ ടു 4π × 10⁻⁻⁷. അപ്പോൾ എന്താ μ0? μ0 എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസിന്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റിക്ക് ഒരു പുതിയ നെയിം നമ്മൾ കൊടുക്കുകയാണ്, μ0. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്ര? 4π × 10⁻⁻⁷. ഇനി വേറൊരു മെറ്റീരിയലിൽ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ μ0ന്റെ കൂടെ μr-നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഒരു കൺഫ്യൂഷൻ വേണം, എയറിന്റെ പെർമിയബിലിറ്റി എന്താ ശരിക്ക്? μ എന്ന് പറഞ്ഞാൽ അതും μ0 × μr തന്നെയാണ്. μ0 നിങ്ങൾക്ക് അറിയുന്ന വാല്യൂ ആണ്. μr എന്താ? പെർമിയബിലിറ്റി ഓഫ് എയർ റിലേറ്റീവ് ടു എയർ. അതെന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. ഫോർ വാക്വം μ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു μ0 × μr തന്നെ എഴുതാം. പക്ഷെ അതിലെ μr എന്തായിരിക്കും? 1 ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ എയറിൻ്റെ അല്ലെങ്കിൽ വാക്വത്തിൻ്റെ പെർമിയബിലിറ്റിയാണ് കാണാൻ പോകുന്നത് വിത്ത് റെഫറൻസ് ടു എയർ തന്നെ. അപ്പം μr എന്ന് പറയുമ്പോൾ എന്തായി പോവും? 1 ആയി പോവും. ആലോചിക്കുക, എയർ, വാക്വം, ഫ്രീ സ്പേസ് ഒക്കെ ഇതേ കേസാണ് നമ്മൾ എടുക്കുക. ഇനി ഫോർ എനി അതർ മെറ്റീരിയൽ μ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്തായിരിക്കും? μ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണ്. അബ്സല്യൂട്ട് പെർമിയബിലിറ്റി μ എന്നാണ് പറയുക. റിലേറ്റീവ് പെർമിയബിലിറ്റിനെ μr എന്നാണ് പറയുക. അപ്പം μ0 എന്താ? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ. അതിനെ മാത്രമാണ് നമ്മൾ μ0 എന്ന് പറയുന്നത്. സോ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എനി അതർ മെറ്റീരിയൽ μ0 μr. അതിൽ μ0 4π × 10⁻⁻⁷ ആയിരിക്കും. μr 1 ആയിരിക്കില്ല. എയർ അല്ലാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് μr 1 ആയിരിക്കില്ല. അതൊരു ഗീവൻ വാല്യൂ ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ തരും, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് കൺസെപ്റ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് പെർമിയൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെസിസ്റ്റൻസിന്റെ ഇലക്ട്രിക്കൽ ടേമിൽ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്, റെസിസ്റ്റൻസിനെ തല തിരിച്ചെത്താനുള്ള സാധനമാണ് കണ്ടക്ടൻസ്. ആ കണ്ടക്ടൻസിന്റെ അനലോഗസ് ആയിട്ട് മാഗ്നറ്റിക് സിസ്റ്റത്തിലുള്ള പ്രോപ്പർട്ടിയുടെ പേരാണ് പെർമിയൻസ്. ഇറ്റ് ഈസ് ദ റെഡിനെസ് ഓഫ് എ മെറ്റീരിയൽ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ടു പാസ് ത്രൂ ഇറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ് എങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനോട് പാസ് ചെയ്യാൻ പറയുന്ന, അതിന്റെ അകത്തു കൂടെ വരാൻ പറയുന്ന ആളാണ് പെർമിയൻസ്. ഇറ്റ് ഈസ് ദ റെഡിനെസ് ഓഫ് എ മെറ്റീരിയൽ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ടു പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു കമ്പാരിസൺ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആവുന്നതിന് മുമ്പ് ബേസിക് ഇലക്ട്രിക്കൽ എന്നൊരു സബ്ജക്റ്റ് 6 മൊഡ്യൂളായിട്ടുണ്ടായിരുന്നു. ആ ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ ടൈം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഫ്ലക്സ്. ഫ്ലക്സ് എന്താണ്? MMF ബൈ റിലക്റ്റൻസ്. അതെന്തിന് അനലോഗസ് ആണ്? ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കറണ്ടിന് അനലോഗസ് ആണ്. കറണ്ട് എന്താണ്? EMF ബൈ റെസിസ്റ്റൻസ്. ഒന്നാമത്തെ ആയാലോ. രണ്ടാമത്തത് MMF, അതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺ. MMFന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് സിസ്റ്റത്തിൽ ആരാളുള്ളത്? EMF, യൂണിറ്റ് എന്താണ്? വോൾട്ട്. മൂന്നാമത്തത് ഫ്ലക്സ് ഡെൻസിറ്റി. എന്താ ഫ്ലക്സ് ഡെൻസിറ്റി? അതിന്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അത് ഇലക്ട്രിക്കലിലേക്ക് പോകുകയാണെങ്കിൽ ഫ്ലക്സിന് പകരം എന്ത് വരും? കറണ്ട് ഡെൻസിറ്റി. ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും യൂണിറ്റ്. നെക്സ്റ്റ് തിങ്, റിലക്റ്റൻസ്. ഓക്കെ, റിലക്റ്റൻസിന്റെ യൂണിറ്റ് റിലക്റ്റൻസിന് നമ്മൾ S എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1/μ × L/A ആണ്. അത് റെസിസ്റ്റൻസിലേക്ക് പോകുകയാണെങ്കിൽ R ആവും ഡിനോട്ടേഷൻ. അതിന്റെ ഇക്വേഷൻ ρL/A. അടുത്ത പെർമിയൻസ്. എന്താണ് പെർമിയൻസ്? 1 റിലക്റ്റൻസ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ടേം ഏതാ? കണ്ടക്റ്റൻസ്. എന്താ കണ്ടക്റ്റൻസ്? 1 റെസിസ്റ്റൻസ് ആണ്. സിക്സ്ത് ടേം റിലക്റ്റിവിറ്റി.
എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെസിഫിക് റിലക്റ്റൻസ്. അതിനാണ് റിലക്റ്റിവിറ്റി എന്ന് പറയുന്നത്, ഓർ 1/μ എന്ന് പറയാം. അതിൻ്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ടേം എന്താ? സ്പെസിഫിക് റെസിസ്റ്റൻസ് നമ്മൾ എന്താ പറയാം? റെസിസ്റ്റിവിറ്റി. നെക്സ്റ്റ് 7, പെർമിയബിലിറ്റി. എന്താ പെർമിയബിലിറ്റി? റിലക്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് പെർമിയബിലിറ്റി. അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആയിട്ട് കണ്ടക്ടിവിറ്റി. ഇപ്പോൾ പെർമിയബിലിറ്റിക്ക് അനലോഗസ് ആണ് ആര്? കണ്ടക്ടിവിറ്റി. സോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓർത്ത് വെക്കാൻ പറ്റിയ 7 പോയിന്റ്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ ടേംസും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഈസ് എ സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് വരച്ചിട്ടുള്ളത്. ഒരു സോളിനോയിഡ്, അതിൻ്റെ ചുറ്റും വൈൻഡിങ് ഞാൻ ഫിഗറിൽ വരച്ചു. ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യിക്കുന്നുണ്ട്. സോ കറണ്ട് വന്നു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അവിടെ ഫ്ലക്സ് ഉണ്ടാവും. ബ്ലൂ കളറിൽ ഫ്ലക്സ് ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഫിഗർ ഷോസ് എ സോളിനോയിഡ് വിത്ത് അയൺ കോർ. ലെങ്ത് ഓഫ് ദ കോർ എൽ. എന്താ ലെങ്ത്? ഈ കോറിന്റെ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഈസ് എൽ. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോർ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എന്താവുന്ന ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് എ മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ അതിൻ്റെ MMF കുറിച്ചാണ് പറയുന്നത്. അപ്പം ആ ഒരു സിസ്റ്റത്തിൽ ഞാൻ കറണ്ട് ആ കോയിലിലേക്ക് ഒരു ബാറ്ററി വെച്ച് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ MMF ഉണ്ടാവും. MMF എന്ന് പറയുന്നത് എന്താ? എത്ര ടേൺ ഉണ്ടോ ഇൻ ടു കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ടു കറണ്ട്, അതാണ് MMF. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ I ആണ് കറണ്ട്, N ആണ് നമ്പർ ഓഫ് ടേൺസ് എങ്കിൽ വി നോ ദാറ്റ് MMF ഓഫ് ദ കോയിൽ ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു തിങ്സ്, ദാറ്റ് ഈസ് N into I. Now read the things in red color. This MMF, ഇതുവരെ MMF ഇല്ലായിരുന്നു. അതൊരു വെറും മെറ്റീരിയൽ അയൺ പീസായി നിൽക്കുകയായിരുന്നു. ഇപ്പം MMF ഉണ്ടായി കഴിഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും വരും, അതിലെ ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യും. ദിസ് MMF sets up a magnetic field in the core. Flux passes and reluctance comes to picture. ഇതുവരെ ഫ്ലക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒപ്പോസിഷനും ഇല്ലായിരുന്നു. ഫ്ലക്സ് എപ്പോൾ പാസ് ചെയ്യുന്നോ അപ്പോൾ തൊട്ടിട്ട് ആ മെറ്റീരിയലിന് എന്ത് വരും? ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ ടെൻഡൻസി വരും, റിലക്റ്റൻസ് വരും. സോ റിലക്റ്റൻസിന്റെ ഇക്വേഷൻ 1/μ into L/A ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു ന്യൂ ഇക്വേഷൻ അവിടെ വരുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഏത് പ്രോബ്ലത്തിലും ആവശ്യമായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തൊരു ടോപ്പിക്കായിരുന്നു, ഫീൽഡ് ഇൻറ്റൻസിറ്റി H. അവിടെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടില്ല. Field intensity inside a solenoid H is equal to Ni/L. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പോൾ മുകളിൽ വരുന്ന MMF ആണ്, താഴെ വരുന്നത് ലെങ്ത് ഓഫ് ദ കോർ ആണ്, Ni/L. H is equal to Ni/L. It's a very important equation. You have to use it many times in problems. Next is composite magnetic circuit. Composite magnetic circuit. ഇതൊരു റിംഗ് ആണ് അല്ലേ? ഫിഗർ നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പുള്ള റിംഗ് ആണ്, ഒരു വള, നമ്മളൊരു ബാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. ആ റിങ്ങിൻ്റെ അകത്ത് ഞാൻ ബ്ലൂ കളർ ആൻഡ് റെഡ് കളർ, 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 കളേഴ്സ് വിൽ റെപ്രസെന്റ് 2 ഡിഫറെന്റ് മെറ്റീരിയൽ. റെഡ് കളർ മേ ഹാവ് 1 മെറ്റീരിയൽ ആൻഡ് ദ ബ്ലൂ കളർ ഈസ് മെയ്ഡ് വിത്ത് സം അതർ മെറ്റീരിയൽ. ആൻഡ് ദർ ഇസ് എ സ്മോൾ ഗ്യാപ്പ് അല്ലേ? ഇങ്ങനെ വന്നൊരു ചെറിയ ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്, ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു റിങ്ങിൻ്റെ മേലെയാണ് നിങ്ങൾ വൈൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. വൈൻഡ് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? സപ്ലൈ കൊടുക്കുക. ആ റിങ്ങിൻ്റെ അകത്തും എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും. ആ റിങ്ങിൻ്റെ മുകളിലൂടെ വൈൻഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് വൈൻഡ് ചെയ്ത് സപ്ലൈ കൊടുക്കുക. ഫ്ലക്സ് പാസ് ചെയ്യും. ഫ്ലക്സ് ബ്ലൂ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും, റെഡ് മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും, ഗ്യാപ്പിലൂടെയും പാസ് ചെയ്യും. ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്ലക്സ് ഇങ്ങനെ പാസ് ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു സർക്യൂട്ട് നമ്മൾ സീരീസ് സർക്യൂട്ട് എന്നാണ് പറയുക. സീരീസ് സർക്യൂട്ട്, ബിക്കോസ് ഫ്ലക്സ് സീരീസ് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്ലക്സ് ഇങ്ങനെ പാസ് ചെയ്യും. അതാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. അതുപോലെ നമ്മൾ മെറ്റീരിയലിനെ പറ്റി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. മെറ്റീരിയൽ 1, അതായത് റെഡ് കളറിലുള്ള മെറ്റീരിയൽ, ലെങ്ത് L1, ഏരിയ A1 ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ μR1. മെറ്റീരിയൽ 2ൻ്റെ ലെങ്ത് L2, ഏരിയ A2 ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി μR2.
അതുപോലെ ആ ഗ്യാപ്പ്, എയർ ഗ്യാപ്പിന്റെ ലെങ്ത്തിന് LG എന്ന് കൊടുത്തു, ഗ്യാപ്പിന്റെ G. ഏരിയ AG എന്ന് കൊടുത്തു, μr 1, ബിക്കോസ് നമുക്കറിയാം എയറിന്റെ μr എപ്പോഴും എന്താണ്, 1 ആണ്. നമ്മൾ എസിന്റെ ഇക്വേഷൻ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ, S ഈസ് ഈക്വൽ ടു റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/μ ഇൻറ്റു L/A. അതിന് ഒറ്റ സെറ്റാക്കി എഴുതി L/μA. മ്യൂന് ഞാൻ പുതിയ നമ്മൾ പറഞ്ഞല്ലോ μ0 ഇൻറ്റു μr എന്ന് കൊടുത്തു, L/μ0 ഇൻറ്റു μr A എന്ന് കിട്ടി. ഇതിപ്പോൾ 3 മെറ്റീരിയൽ വരുന്നുണ്ട്, റെഡ് മെറ്റീരിയൽ, ബ്ലൂ മെറ്റീരിയൽ, ഗ്യാപ്പ്. ഇതിന്റെ ടോട്ടൽ റിലക്റ്റൻസ് എങ്ങനെ കാണാം? ഈ മൂന്നും കൂടെ സം ചെയ്യണം. സിഗ്മ ഓഫ് L/μ0 μr A. അപ്പൊ നിങ്ങൾ 3 മെറ്റീരിയലിനും വേറെ തന്നെ ഇക്വേഷൻ എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. എന്താ? L1/μ0 μr1 A1. μ0 എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. പ്ലസ് L2/μ0 μr2 A2 പ്ലസ് LG/μ0 μr എന്താണ്, ഗ്യാപ്പ് ആയതുകൊണ്ട് 1 ആണ്, ഇൻറ്റു AG. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് നമ്മൾ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്നാണ് പറയാ. ഫ്ലക്സിന്റെ വാല്യൂ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് എക്സാക്ട്ലി കറക്റ്റ് അല്ല. നമ്മൾ ലീക്കേജ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സിന്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതർവൈസ് ലീക്കേജ് എഫക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്ലക്സിന്റെ വാല്യൂ സെയിം ആയിരിക്കും. Flux will be same throughout the ring, but MMF will be different on each material. MMF ഓരോ മെറ്റീരിയലിൻ്റെ അകത്തും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി മാറുന്നതനുസരിച്ച് റിലക്റ്റൻസ് മാറും, MMF മാറും. പക്ഷെ ഫ്ലക്സ് ആ ടോട്ടൽ സർക്യൂട്ടിൽ എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കും. ഇതാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോഴും നമുക്കറിയാം ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് സെയിം ആയിരിക്കും, MMF വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ആലോചിക്കുക. 2 ഇക്വേഷനാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ, റിലക്റ്റൻസ് X ഈസ് ഈക്വൽ ടു 1/μ ഇൻറ്റു L/A ഓർ L/μA. അതുപോലെ വേണ്ട വേറൊരു ഇക്വേഷനാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് H ഈസ് ഈക്വൽ ടു NI/L. അതുപോലെ വേണ്ട ഒരു ഇക്വേഷനാണ് MMF ഈസ് ഈക്വൽ ടു N ഇൻറ്റു I. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. An iron ring with cross section area of 400 millimeter square and mean circumference of 500 millimeter carries a coil of 250 turns. Calculate reluctance of the ring. Second question, calculate current required to build a flux of 1000 microweber in the ring. ആ മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട് 400 ഓഫ് അയൺ, μr 400 തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇല്ല. ഒരു റിങ്, ഒരു അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു റിങ് ആലോചിക്കുക, ഒരു ബാങ്കിൾ, ഒരു വള പോലത്തെ റിങ് ആലോചിക്കുക. അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഇങ്ങനെ വൈൻഡിങ്സ് പ്ലേസ് ചെയ്തിട്ട് ആ വൈൻഡിങ്ങിൽ കറണ്ട് കൊടുത്ത് ഫ്ലക്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള റിങ്ങിൻ്റെ കട്ട് ചെയ്തുള്ള ക്രോസ് സെക്ഷനിൽ ഏരിയ തന്നിട്ടുണ്ട് 400 millimeter സ്ക്വയർ. ഓക്കെ, ആ റിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് എന്താ? റിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഉള്ള സാധനത്തിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? സർക്കംഫറൻസ് അല്ലേ. ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നിങ്ങൾ സർക്കംഫറൻസിലേക്ക് മാറ്റേണ്ടി വരും. ഇവിടെ സർക്കംഫറൻസ് നേരെ തന്നിട്ടുണ്ട്. ഓക്കെ, സർക്കംഫറൻസ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 500 mm ആണ് തന്നിട്ടുണ്ട്. ആ കോയിൽ വരുന്ന കറണ്ട് 250 ടേൺസ് ആണ് തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ച റിലക്റ്റൻസ് കാണാനാണ്. റിലക്റ്റൻസ് ഇക്വേഷൻ എന്താ? S ഈസ് ഈക്വൽ ടു 1/μ ഇൻറ്റു L/A. എല്ലാം മില്ലിമീറ്റർ ഒക്കെ മീറ്ററിലേക്ക് ആക്കണം, ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഡാറ്റാസ് എഴുതി. എസിൻ്റെ അകത്ത് L/μ0 μr ഇൻറ്റു A എന്ന് എഴുതി. ഓക്കെ, എസിൻ്റെ മാത്രം നോക്കാം. എന്താ വരുന്നത്? ഇവിടെ 500 ഇൻറ്റു
10⁻³ അതെന്താണ്? ലെങ്ത്, മില്ലിമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് മാറ്റി. ആൻഡ് 4/10⁻⁷ എന്ന് പറഞ്ഞാൽ μ0. μr 400. ഏരിയ 400 മില്ലിമീറ്റർ ആയിരുന്നു. അതായത് അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. അപ്പോൾ 400 × 10⁻³ അത് നമ്മൾ എന്ത് ചെയ്യണം? മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് മാറ്റണം, മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ 10⁻³ raised to 2 വരും, 10⁻⁶ ആയി. And the answer is 2487 × 10⁻³ ആംബിയർ ടേൺ പെർ വെബർ. അപ്പോൾ നമുക്ക് റിലക്റ്റൻസ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? MMF കാണണം. MMF ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയ ഒരു ഇക്വേഷനാണ് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? V ഈസ് ഈക്വൽ ടു IR. അതുപോലെ എഴുതിയ ഇക്വേഷൻ, റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ MMF ബൈ ഫ്ലക്സ്. അത് തിരിച്ചെത്തുന്നേ ഉള്ളൂ. MMF ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MMF റിലക്റ്റൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മോളിൽ കിട്ടിയിട്ടുണ്ട്. എസിൻ്റെ വാല്യൂ നിങ്ങൾ മോളിലത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്ലക്സും നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്ര ഫ്ലക്സ് ഉണ്ടാക്കാൻ എത്ര വൈൻഡിങ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരു മിനിറ്റ്. കാൽക്കുലേറ്റ് ദ റിലക്റ്റൻസ് ഓഫ് റിംഗ് ആൻഡ് കാൽക്കുലേറ്റ് ദ കറന്റ് റിക്വയർഡ് ടു ബിൽഡ് എ ഫ്ലക്സ് ഓഫ് 1000 mWb. സോറി, റിങ്ങിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, 250 നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏത് ഇക്വേഷനിൽ NI ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു ഈ ഇക്വേഷനാണ് പറയുന്നത്. ഓക്കെ, NI ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. NI ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ളത് ഏതാ? I മാത്രമേ ഉള്ളൂ. ഫ്ലക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടൈംസ് തന്നിട്ടുണ്ട്, S നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നിങ്ങൾ കണ്ടുപിടിച്ച S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫ്ലക്സ് 1000 mWb സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, N 250 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? ആൻസർ 9.48 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് ആദ്യം ഓർത്ത് വെക്കുക. റിലക്റ്റൻസ് ആദ്യം കണ്ടു, അതിനുശേഷം MMF ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ കറണ്ട്. അപ്പോൾ 9.48 എന്ന് പറയുന്ന ഇൻറ്റു 10⁻⁻6 എന്ന് പറയുന്ന കറണ്ട് ഈ 250 ടൈംസുള്ള കോയിലിലൂടെ റൺ ചെയ്യിപ്പിച്ചാൽ നിങ്ങളുടെ ആ റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന 1000 μWb എന്ന ഫ്ലക്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇക്വേഷൻസ് ഒന്നും കൂടെ നമ്മൾ റീക്യാപ്പ് ചെയ്യാണ്. ഇതൊരു ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടില്ല, ആ റെഡിൽ എഴുതിയ ഫസ്റ്റ് ഇക്വേഷൻ. μ ഈസ് ഈക്വൽ ടു B/H. റിലക്റ്റൻസിൻ്റെ പെർമിയബിലിറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഫ്ലക്സ് ഡെൻസിറ്റിയും ഫീൽഡ് സ്ട്രെങ്ത്തും ബിയും എച്ചും മ്യൂവും തമ്മിലുള്ള റിലേഷനാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. μ ഈസ് ഈക്വൽ ടു B/H. അത് ഓർത്ത് വെക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനിലേക്ക് അതും കൂടെ ആഡ് ചെയ്യുക. μ ഈസ് ഈക്വൽ ടു B/H. H ഈസ് ഈക്വൽ ടു NI/L. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് HI ഈസ് ഈക്വൽ ടു HL ഈസ് ഈക്വൽ ടു N ഇൻറ്റു I എന്ന് എഴുതാൻ പറ്റും. MMF ഈസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ എന്താ? MMF. H ഇൻറ്റു L എന്ന് എഴുതാൻ പറ്റും. മോളിൽ റെഡിങ്ങിൽ എഴുതിയ μ ഈസ് ഈക്വൽ ടു B/H അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ H ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? B/μ. സോ MMF ഈസ് ഈക്വൽ ടു B/μ ഇൻറ്റു L എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് ആകെ 3 ഇക്വേഷനെ ശരിക്കും പറയാനുള്ളൂ. അത് ഞാൻ തിരിച്ചു മറിച്ച് എഴുതിയതാണ്. ഈ 3 ഇക്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഈ 3 ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ സോൾവ് ചെയ്യുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ പല യൂണിവേഴ്സിറ്റീസിലായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. KTUവിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. A ring has a diameter of 21 cm and cross-sectional area of 10 cm square. The ring is made up of semicircular sections of cast iron and cast steel, with each jointing have a reluctance equal to an air gap of 0.2 mm. Find the ampere turns required to produce a flux of 8 × 10⁻⁴ Weber. Mu R
of cast iron and cast steel are 800 and 166 respectively. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പ്രാവശ്യം കൂടെ വായിച്ചു നോക്കുക. 2 ഹാഫ് സർക്കിൾസ് യൂസ് ചെയ്തിട്ട്, സെമി സർക്കിൾ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സർക്കിൾ ഉണ്ടാക്കിയിരിക്കുക അവർ. ഒന്ന് അയണാണ്, ഒന്ന് സ്റ്റീലാണ്. ഒരു വള 2 ഹാഫ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ആലോചിക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ജോയിന്റിന് കുറച്ച് റിലക്റ്റൻസ് ഉണ്ട്. ആ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഈക്വലന്റ് ടു 0.2 mm ഗ്യാപ്പ്. അതായത് ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് പോലെയാണ് ഫ്ലക്സിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 0.2 mm ഉള്ള ഒരു ചെറിയ ഗ്യാപ്പിന് ഉണ്ടാവുന്ന സെയിം റിലക്റ്റൻസ് ആണ് ഈ ജോയിന്റിലുള്ളത്. അതായത് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യണം. ഇത് ശരിക്കും ഒറ്റ റിങ് ആണെങ്കിലും അവിടെ ഒരു ചെറിയ ജോയിന്റ് ഉള്ളവിടത്ത് ഒരു എയർ ഗ്യാപ്പ് ഉള്ള പോലെ കൺസിഡർ ചെയ്യാനാണ് നിങ്ങളുടെ പ്രോബ്ലം പറയുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഡയമീറ്റർ ഈസ് 21 സെന്റിമീറ്റർ. സർക്കംഫറൻസ് അല്ല തന്നിട്ടുള്ളത്, ടോട്ടൽ രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ വരുന്ന റിങ്ങിന്റെ ഡയമീറ്റർ 21 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഗ്യാപ്പ് 0.2 mm ആണ് തന്നിട്ടുണ്ട്. അവിടെ പാസ് ചെയ്യേണ്ട ഫ്ലക്സ് 5 ഈസ് ഈക്വൽ ടു 8 × 10⁻⁻⁴ വെബർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആ സർക്കുലർ ആ റിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ. സോ 10 × 10⁻⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇത്തരം പ്രോബ്ലങ്ങളിൽ യൂസ് ചെയ്യാന്ന് ആദ്യം മനസ്സിലാക്കുക. ബി ആണ് യൂസ് ചെയ്യുന്നത്. ബി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ 8 × 10⁻⁴ ബൈ 10⁻³ ചെയ്താൽ 0.8 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്, ഈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാണ്. സൊല്യൂഷൻ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് മ്യൂ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. ബി നിങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് രണ്ടും വെച്ച് എച്ച് കാണും. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ MMF ഈസ് ഈക്വൽ ടു H × L ആണ്. അതായത് H ഈസ് ഈക്വൽ ടു NI/L ആണല്ലോ. സോ എന്ത് പറയാൻ പറ്റും? NI ഈസ് ഈക്വൽ ടു HL. സോ MMF ഈസ് ഈക്വൽ ടു H × L ആണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും എയറിൻ്റെയും എല്ലാം MMF സെപ്പറേറ്റ് കാണും. ആ MMF എല്ലാം കൂടെ സം ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ എയറും മെറ്റീരിയലൊക്കെ മാറുമ്പം മെറ്റീരിയലിൻ്റെ ലെങ്ത് മാറാം, ക്രോസ് സെക്ഷൻ ഏരിയ ചിലപ്പോൾ മാറാം, ക്വസ്റ്റ്യനിൽ മാറുന്നുള്ള കേസൊന്നും പറയുന്നില്ല. അതുപോലെ μr എയറിൻ്റെത് വേറെയാണ്, സ്റ്റീലിൻ്റെത് വേറെയാണ്, ഒക്കെ വേറെയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ L ഡയറക്ട്ലി തന്നിട്ടില്ല. ഓക്കെ, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഫോർ എയർ ഗ്യാപ്പ്, എയർ ഗ്യാപ്പ് ആണെങ്കിൽ ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. എയർ ഗ്യാപ്പിന് കറക്റ്റ് 0.2 mm ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L കറക്റ്റായി ലെങ്ത് തന്നിട്ടുണ്ട്. ഫിഗർ നോക്കിക്കേ. പക്ഷേ ആ കാസ്റ്റ് അയണിൻ്റെ ലെങ്ത്ത്, അത് ഞാൻ ജസ്റ്റ് ഇത് നോക്കി, കാസ്റ്റ് അയണിൻ്റെ ലെങ്ത്ത് ഈ ഭാഗം കാസ്റ്റ് അയണിൻ്റെ ഈ ലെങ്ത്ത് നിങ്ങൾക്ക് എന്താക്കിയിട്ടില്ല, ക്വസ്റ്റ്യനിൽ ലെങ്ത്തായി തന്നിട്ടില്ല. സർക്കംഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സർക്കംഫറൻസ് തന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഇവിടെയുള്ള തന്നിട്ടുള്ള ഡയമീറ്ററിനെ സർക്കംഫറൻസിലേക്ക് മാറ്റണം. L ഈസ് ഈക്വൽ ടു π × d. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ടോട്ടൽ റിങ്ങിൻ്റെ ലെങ്ത് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ അയണിൻ്റെ വേറെ സ്റ്റീലിൻ്റെ വേറെ കാണണം. അപ്പം L ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് L ഈസ് ഈക്വൽ ടു π × ഡയമീറ്റർ എന്ന സ്റ്റെപ്പ് കൊടുക്കുക. അപ്പം 21 ഡയമീറ്റർ 21 × 10⁻⁻² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് വരും? 21 π × 10⁻⁻² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സർക്കംഫറൻസ് കിട്ടിയാൽ അയണിൻ്റെയും സ്റ്റീലിൻ്റെയും എന്തായിരിക്കും? അതിൻ്റെ /2 ചെയ്താൽ മതി. ആ ഒരു ചെറിയ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് റിലക്റ്റൻസ് ആണ്. അതങ്ങനെ കാണാനുള്ള മാത്രം ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഫോർ സ്റ്റീൽ ഓർ അയൺ L ഈസ് ഈക്വൽ ടു എന്താണ്? 21 π × 10⁻⁻² ഡിവൈഡഡ് ബൈ 2 ചെയ്യും. അപ്പോൾ 10.5 π × 10⁻⁻². അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുപിടിച്ചു. ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി കണ്ടുപിടിച്ചിട്ടുണ്ട്, L എല്ലാം കണ്ടുപിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പിലേക്ക് പോകാം. എയർ ഗ്യാപ്പ് ലെങ്ത് ഈസ് ഈക്വൽ ടു 0.2 ×
2 × 10⁻³ മീറ്റർ. ഓക്കെ, അപ്പം 0.4. എന്താ ഈ 2 ചെയ്തത്? ഫസ്റ്റ് ഫിഗർ ആലോചിച്ച് നോക്ക്. രണ്ട് ഭാഗത്തും എയർ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം രണ്ടിനും കൂടെ ഒറ്റ ലെങ്ത് ആക്കി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.4 × 10⁻³ അയണിന്റെ µr നിങ്ങൾക്കറിയാം, എയറിന്റെ µr നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് 1 അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. സോ H is equal to B/μ0 µr. B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 4π × 10⁻⁷ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി തൊട്ടടുത്ത മെറ്റീരിയൽ, നിങ്ങൾക്ക് H കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ AT റിക്വയർഡ് കാണാൻ H × L കൊടുക്കണം. L മോളിൽ എഴുതിയിട്ടുണ്ടല്ലോ, 0.4 മൾട്ടിപ്ലൈ ചെയ്യാം. 255 ആംപിയർ ടേൺ എന്ന് കിട്ടും. അടുത്തത് കാസ്റ്റ് അയൺ പാത്ത് എങ്ങനെ ചെയ്യാം നോക്കിക്കേ. അയണിന്റെ µr തന്നിട്ടുണ്ട്, ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, ടോട്ടൽ കണ്ട് ഹാഫ് ചെയ്തിട്ടില്ലേ, 10.5 പൈ. സോ H is equal to B/μ0 µr. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3835 ആംപിയർ ടേൺ പെർ മീറ്റർ എന്ന് കിട്ടി, സ്ട്രെങ്ത് കിട്ടി. ഇനി അതിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? MMF അല്ലെങ്കിൽ ആംപിയർ ടേൺ കിട്ടും. H × L. മുകളിൽ കണ്ട 10നെ അവിടെ കിട്ടിയ H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1263 ആംപിയർ ടേൺ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി കാസ്റ്റ് സ്റ്റീലിൽ µr തന്നിട്ടുണ്ട്, ലെങ്ത് നേരത്തെ കണ്ടുപിടിച്ച 10.5 തന്നെ. അതായത് അയൺ വേറെ, സ്റ്റീൽ വേറെ, ഇങ്ങനെ വേറെ കാണാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ H കാണാൻ വേണ്ടി B/μ0 µr ചെയ്തു. B എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്, ശ്രദ്ധിക്കണം. 0.8 തന്നെ എല്ലാ സ്ഥലത്തും. അത് ചെയ്ത് കഴിഞ്ഞപ്പം 79680 പെർ മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കാസ്റ്റ് സ്റ്റീലിൻ്റെ അകത്ത് ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ട AT എത്രയാ? AT is equal to H × L. മുകളിൽ L നമുക്കറിയാം, H കിട്ടിയിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം, 263. അപ്പം നിങ്ങൾ എയറിൻ്റെ ആംപിയർ ടേൺ കണ്ടുപിടിച്ചു, അയണിന്റെ കണ്ടുപിടിച്ചു, സ്റ്റീലിന്റെ കണ്ടുപിടിച്ചു. ഇത് മൂന്നും കൂടെ സം ചെയ്യാം. കാസ്റ്റ് സ്റ്റീലിന്റെ നമ്മൾ കണ്ടുപിടിച്ചു, 263 എന്ന് കിട്ടി. മുകളിൽ അയണിന്റെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സം ചെയ്യാം. എല്ലാം കൂടെ സം ചെയ്താൽ 255 + 1260 + 263 ദാറ്റ് ഈസ് ഈക്വൽ ടു 1783 ആംപിയർ ടേൺ എന്ന് കിട്ടും. ഇതാണ് ഈ സിസ്റ്റത്തിന് വേണ്ട ടോട്ടൽ ആംപിയർ ടേൺ. എന്തിന്? നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു പർട്ടിക്കുലർ ഫ്ലക്സ് ഉണ്ടല്ലോ, ആ ഫ്ലക്സ് പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ വൈൻഡിങ്ങിൽ കൊടുക്കേണ്ട ടോട്ടൽ MMF അല്ലെങ്കിൽ ആംപിയർ ടേൺ ആണ് 1783 ആംപിയർ ടേൺ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ആകെ എന്താ നിങ്ങൾ ചെയ്തത്? B ആദ്യം ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടു, അതിനുശേഷം സർക്കംഫറൻസ് ആണ് തരാത്തത് കൊണ്ട് ഡയമീറ്ററിൻ്റെ അകത്തുനിന്ന് സർക്കംഫറൻസിലേക്ക് മാറ്റിയിട്ട് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെ ലെങ്ത് വേറെ കണ്ടു. അതിനുശേഷം H is equal to B/μ എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഓരോ മെറ്റീരിയലിൻ്റെയും ഡെൻസിറ്റി ഫീൽഡ് സ്ട്രെങ്ത് കണ്ടു. അതിനുശേഷം MMF is equal to H × L എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഓരോ മെറ്റീരിയലിൻ്റെയും MMF അല്ലെങ്കിൽ ആംപിയർ ടേൺ കണ്ടു. ലാസ്റ്റ് 3 മെറ്റീരിയലിൻ്റെയും കൂടെ ആംപിയർ ടേൺ സം ചെയ്തു. സോ സിമ്പിൾ. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2. എ മൈൽഡ് സ്റ്റീൽ റിംഗ് ഓഫ് 30 cm mean circumference as a cross sectional area of 6 cm². എ സോ കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിങ്ങിന്റെ മുകളിൽ ഒരു വാളിന്റെ അല്ലേ, ഹെക്സോ എന്നൊക്കെ പറയില്ലേ, വാളിന്റെ കട്ട് പോലെ ഒരു ചെറിയ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. എ സോ കട്ട് ഓഫ് 1 mm ഈസ് മെയ്ഡ് ഓൺ ദ റിംഗ്. ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഈസ് 1 Tesla. Find the number of conductors of the coil to produce this flux when it carries a 4 ampere current. Also find inductance of the ring. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് KTU ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പോലെ തന്നെയാണ്, പക്ഷെ 2 മെറ്റീരിയൽ ഇല്ല, ഒരൊറ്റ മെറ്റീരിയൽ ഉള്ള റിംഗ് ആണ്. അതിൻ്റെ അടിയിൽ ഞാൻ ഈ വിരൽ വെച്ച പോലെ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു കട്ടിങ് ഉണ്ടാക്കി, ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്തായിരിക്കും? എയർ ആയിരിക്കും. ബാക്കി സ്ഥലത്ത് സ്റ്റീലാണ്. പക്ഷെ നമുക്കറിയാം ഫ്ലക്സ് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഈസ് 1 Tesla എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തുമുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ആയി തന്നെ എടുക്കാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ശ്രദ്ധിച്ചു, ഏരിയ
എന്താവുന്നില്ല, ഫ്ലക്സ് പാസ് ചെയ്യുന്ന ഏരിയ ഈ റിങ്ങിൻ്റെ ഏരിയയും ഈ ഗ്യാപ്പിൻ്റെ ഏരിയയും സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ മെറ്റീരിയൽ ഇല്ലാന്നേ ഉള്ളൂ. ഫ്ലക്സ് അതിലും നേരത്തെ വന്ന അതേ ഏരിയയിൽ കൂടെ തന്നെയാണ് ആ ഗ്യാപ്പിലൂടെയും പാസ് ചെയ്യുക. അപ്പോൾ ഏരിയ ഈ ക്വസ്റ്റ്യനിലൊക്കെ സെയിം ആണ് എന്ന് എല്ലാവരും ആലോചിക്കണം. അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ MMF കാണാനല്ല പറഞ്ഞത്, നമ്പർ ഓഫ് കണ്ടക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1 ടെസ്ല ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര വൈൻഡിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം, ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ആ കോറിൻ്റെ പുറത്തൂടെ എത്ര വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പറയുന്നുണ്ട് 4 ആംപിയർ കറണ്ടാണ് ആ ഒരു കോയിലിലൂടെ പാസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഒരു റിങ് ഒരു വള പോലെ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഈ സൈഡിലൂടെ നമ്മൾ എന്ത് വെക്കുന്നു, കോയിൽ പോലെ നേരത്തെ അയണിൽ വൈൻഡ് ചെയ്തതിന് പകരം ഈ റിങ്ങിൻ്റെ മുകളിലൂടെ വൈൻഡിങ് വെക്കുന്നു. അതിലാണ് നിങ്ങൾ എന്ത് കൊടുക്കുക, ബാറ്ററി കൊടുക്കുക. അപ്പോൾ ആ വൈൻഡിങ്ങിന് എത്ര നമ്പർ ഓഫ് ടേൺസ് വേണമെന്നാണ് ചോദിക്കുന്നത്. ആ വൈൻഡിങ്ങിൽ കറണ്ട് 4 ആംപിയർ 4 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇൻഡക്റ്റൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായി ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. L നേരത്തെ പോലെ ഡയമീറ്റർ ഒന്നും അല്ല, L ഡയറക്ട്ലി 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം പ്രോബ്ലം ചെയ്യുമ്പോൾ. പക്ഷേ ഒരു 0.1 mm കട്ടിങ് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ലെങ്ത് അയണിൻ്റെ ലെങ്ത് എത്രയായി കുറഞ്ഞു, അയണ സ്റ്റീൽ അല്ലേ, സ്റ്റീലിൻ്റെ ലെങ്ത് എത്രയായി കുറഞ്ഞു, 29.9 ആയിട്ട് കുറഞ്ഞു. ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എത്രയാണ്, ആ കട്ടിങ്ങിൻ്റെ ലെങ്ത് 1 millimeter. അയണിൻ്റെ സ്റ്റീലാണ്, ഞാൻ ഇവിടെ അയണാണെന്നുള്ള എഴുതിയത്, അപ്പോൾ നിങ്ങൾ അയണിന് മാറ്റിക്കോളൂ ക്വസ്റ്റ്യനിൽ. അയണിൻ്റെ µr 197.5. ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1 ടെസ്ല, കറണ്ട് തന്നിട്ടുണ്ട് 4 ആംപിയർ. അപ്പോൾ ആദ്യം MMF കാണുക. MMF കാണാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത അതേ മെത്തഡ് യൂസ് ചെയ്യാം. MMF കാണാം. MMF കണ്ടു കഴിഞ്ഞാൽ MMF ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആംപിയർ ടേൺ N × I ആയിരിക്കും. അതിൽ I നിങ്ങൾക്കറിയാം, N അതിൽ നിന്ന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ L ഈസ് ഈക്വൽ ടു N∅/I. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത സെൽഫ് ഇൻഡക്റ്റൻസ് N∅/I. അതിലെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം സ്റ്റീൽ റിങ് H ഈസ് ഈക്വൽ ടു B/μ0 B എത്രയാണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 ടെസ്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. μ0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. μr ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4031 AT/m എന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ MMF കാണാം. MMF കാണാൻ എന്താ ചെയ്യേണ്ടത്, H × L. അപ്പോൾ ലെങ്ത് എത്രയാണ്, 29.9 അല്ലേ, സെൻറ്റിമീറ്റർ അല്ല, ആ സെൻറ്റിമീറ്റർ ആണ്. സോ × 10⁻² വരും മീറ്ററിലേക്ക് മാറ്റാൻ. സോ ആൻസർ 1205 എന്ന് കിട്ടും. ഇനി എയർ ഗ്യാപ്പിന് B/μ0 കാണാം, H കാണാം. ടെസ്ല B1 ആണ്, μ0 മാത്രമേ ഉണ്ടാവുള്ളൂ, μr 1 ആണ്. 4π × 10⁻7 ആണ് μ0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.795 × 10⁻6 എന്ന് കിട്ടും. അതിനുശേഷം MMF കാണുക. എങ്ങനെ MMF കാണുക, ഇപ്പോൾ കിട്ടിയ സ്ട്രെങ്ത്തിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. L എത്രയാ, എയർ ഗ്യാപ്പ് അല്ലേ, 1 millimeter ഉള്ളൂ. സോ 1 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 795 AT എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയ ഈ രണ്ടിനെയും കൂടെ സം ചെയ്താൽ, അതായത് സ്റ്റീലിൻ്റെ മെറ്റീരിയലിൻ്റെ എയർ ഗ്യാപ്പ് പ്ലസ് മെറ്റീരിയലിൻ്റെ MMF പ്ലസ് എയർ ഗ്യാപ്പിൻ്റെ MMF സം ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ MMF കിട്ടും 1205 + 795, ദാറ്റ് ഈസ് ഈക്വൽ ടു 2080 എന്ന് കിട്ടും. അത് നിങ്ങൾ N × I എന്ന ഇക്വേഷന്, MMF നിങ്ങൾക്ക് അറിയാലോ ഇക്വേഷൻ എന്താ, MMFൻ്റെ ഇക്വേഷൻ N × I. N × I ഈസ് ഈക്വൽ ടു 2000 എന്ന് എഴുതുക. അതിൽ N ആണ് നമുക്ക് അൺനോൺ. സോ N ഈസ് ഈക്വൽ ടു 2000/4, 500 ടേൺസ്. അതായത് ഈ റിങ്ങിൻ്റെ അകത്ത് ഈ റിങ്ങിനെ ഈ പറയുന്ന 1 ടെസ്ല ഫ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ, ഇങ്ങനത്തെ റിങ് ആണല്ലോ ഗ്യാപ്പുള്ള, ഇവിടെ വെക്കുന്ന കോയിലിൻ്റെ മുകളിൽ എത്ര ടേൺസ് വേണം, ഈ റിങ്ങിൻ്റെ പുറത്തൂടെ നമ്മൾ വൈൻഡ് ചെയ്യുന്ന കോയിലിൻ്റെ മുകളിൽ 500 ടേൺസ് വേണം. അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി L കാണാൻ, ഇൻഡക്റ്റൻസ് കാണാൻ N∅/I ആണ് ഇക്വേഷൻ. ഫൈക്ക് പകരം നിങ്ങൾക്ക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഫൈക്ക് പകരം എന്ത് ചെയ്യുക, B ഈസ് ഈക്വൽ ടു 5/A. സോ 5 ഈസ് ഈക്വൽ ടു B × A, N∅/I ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ 0.075 ഹെൻറി എന്ന് കിട്ടും. സോ ഇത് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ കഴിയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ KTU പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അത് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദർ ഈസ് എ ലോട്ട് ഓഫ് ചാൻസ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ആസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓൾസോ. സോ അത് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. ആൻഡ് ഓൾസോ ചില കൺഫ്യൂസിങ് ടേംസ് ഡെഫിനറ്റ് ആയിട്ട് വരുന്ന ഇതാണ്. ഈ ഒരു പോർഷനിലുള്ള വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, റിലക്റ്റൻസ്, പെർമിയൻസ്, ഇതെല്ലാം ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്രീവിയസ് KTU ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫോർ ലാസ്റ്റ് 2 എക്സാംസ് വൺ ക്വസ്റ്റ്യൻ വാസ് കമ്പയർ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് അനലോഗസ് ടേംസ് എന്ന ഒരു ബോക്സിൽ വരച്ച കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പ്രോബ്ലം KTU ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ക്ലിയർ ആയിട്ട് ഫ്രം ദ ബേസിക് ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക. എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും ഇക്വേഷൻസും ഉറച്ച ശേഷം മാത്രം പ്രോബ്ലം അറ്റൻഡ് ചെയ്യാം. മോർ പ്രോബ്ലംസ് ഉണ്ട്. മെറ്റീരിയൽസ് ഞാൻ തന്ന മെറ്റീരിയൽസിലും ടെക്സ്റ്റ് ബുക്സിലും ഒക്കെ വളരെ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. You have to refer that problems also because twisted questions may come. So for answering that all, you have to go through more problems in textbooks and notes. So thank you. Okay.